അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയങ്കരനായ അധ്യക്ഷൻ ജനാബ് കെ വിനായക് സാഹിബ്, ആദരണീയനായ PMA സലാം സാഹിബ്, PV അബ്ദുൽ വഹാബ് സാഹിബ് MP അവർ, KPA മജീദ് സാഹിബ് MLA, ഡോക്ടർ MK മുനീർ സാഹിബ്, മുനവർ റഷ്യ, ഇവിടെ നമ്മുടെ അതിഥികളായി എത്തിയിട്ടുള്ള ശ്രീ ആനന്ദ് പച്ചൂരി അവർ, ശ്രീ KK ബാബുരാജ്, മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനയുടെയും നേതാക്കളെ, ഇവിടെ കൂടിയ പ്രിയ സഹോദരി സഹോദരന്മാർ, സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അനുസ്മരണവും എന്നതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക ദിന സമ്മേളനവുമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. 1948 മാർച്ച് 10 മദ്രാസിൽ രൂപീകൃതമായ നമ്മുടെ പ്രസ്ഥാനം 7 പതിറ്റാണ്ട് പിന്നിട്ടു. ഇപ്പോൾ അതിൻ്റെ 76-ാം വയസ്സിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇക്കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ നമ്മളെല്ലാവരും ഇതേ ദിവസം ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ നമ്മുടെ 7.5 പതിറ്റാണ്ടിൻ്റെ ആ നിർവൃതി നിറഞ്ഞ സദസ്സിൽ നമ്മളെല്ലാവരും അവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. 2 ദിവസങ്ങളിലായി നീണ്ട സമ്മേളനത്തിൽ 10,000-കണക്കിന് ആളുകളാണ് അവിടെ പങ്കെടുത്തത് എന്ന് നമ്മൾ ഓർമ്മിക്കുന്നു. അന്ന് നമ്മൾ പ്രഖ്യാപിച്ച ഒരു പദ്ധതി, മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാനം അന്നത് രാജാജി ഹാളിൽ വെച്ച് തന്നെ അത് പ്രഖ്യാപിച്ചു. 1 വർഷത്തിനകം തന്നെ അതിൻ്റെ എല്ലാ നടപടികളും നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുന്നു. അന്ന് ഡിജിറ്റൽ ക്യാമ്പയിനിലൂടെ നമുക്ക് ആ ഓഫീസിനാവശ്യമായിട്ടുള്ള കായികമില്ലത്ത് സെൻറ്ററിന് ആവശ്യമായിട്ടുള്ള തുക മുഴുവനും നമുക്ക് 1 മാസത്തിനകം തന്നെ സമാഹരിക്കുവാൻ സാധിച്ചു. ഡൽഹിയിൽ സ്ഥലം കണ്ടെത്തി, ബിൽഡിംഗ് കണ്ടെത്തി. ഇനിയിപ്പോൾ അതിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് അത് ഇന്ന് ഡൽഹിയിൽ നടക്കേണ്ടതായിരുന്നു. നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു ആ ചൂടിലേക്ക് നമ്മൾ പ്രവേശിച്ചത് കൊണ്ട് തൽക്കാലത്തേക്ക് അത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നമുക്കൊരു വലിയ ആഘോഷമാക്കി മാറ്റാം. ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ആഘോഷ ലഹരിയിലേക്ക് പോകേണ്ടി വരും ചില സമയത്ത്. ഏതായാലും അതിന് ശേഷം നമുക്കിവിടെ ഡൽഹിയിൽ കണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ 7 പതിറ്റാണ്ടിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ആകത്തുകയാണ് പ്രിയപ്പെട്ട ആനന്ദ് കൊച്ചുകൂടി ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നമ്മളോട് പറഞ്ഞത്. മുസ്ലിം ലീഗ് എന്താണ്, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം ഏതാണ്, രൂപീകരിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ, അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. ഇന്നും സമൂഹവും സമുദായങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. വിമർശിക്കാൻ പലർക്കും താല്പര്യമുണ്ട്. പക്ഷേ വിമർശിക്കുന്നവരും അതിൻ്റെ പിന്നാമ്പുറത്ത് പോയിട്ട് പറയും. മൈക്കിന് മുന്നിൽ നിന്ന് ചിലപ്പോൾ ലീഗിനെ വിമർശിക്കുന്നവരുണ്ടാവും. അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് സുഹൃത്തുക്കളോട് പറയും, നമ്മൾ അങ്ങനെയൊക്കെ പറയും, എന്നാലും ലീഗ് വേണം, ലീഗ് ഇല്ലാതിരുന്നാൽ സമൂഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും എന്നവർ തന്നെ ആത്മഗതം ചെയ്യുന്നത് നമുക്കൊക്കെ പലപ്പോഴും കേൾക്കാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ സത്യസന്ധതയുടെ പ്രത്യേകതയാണ്. 1948 രൂപീകൃതമായിട്ടുള്ള ഈ പ്രസ്ഥാനം, അത് ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘാടനം, അതാണല്ലോ അത് ലക്ഷ്യം വെച്ചത്. എങ്ങോട്ടേക്കോ പോകുമായിരുന്ന ഒരു വിഭാഗം ആളുകൾ, കാരണം അന്നുണ്ടായിരുന്ന അരക്ഷിതാവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. സ്വാതന്ത്ര്യ ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ അരക്ഷിതാവസ്ഥ ന്യൂനപക്ഷങ്ങളെ വല്ലാതെ വേട്ടയാടിയിരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ജനത എങ്ങോട്ടേക്കും പോകാമായിരുന്നു. കാരണം അവരുടെ സ്ഥിതിഗതികൾ, അതായത് ഏത് കാര്യത്തിനും ആ അനുഭവങ്ങളാണല്ലോ നമ്മുടെ തീരുമാനത്തിലെത്തിക്കുക. അപ്പോൾ തികച്ചും മോശപ്പെട്ട അനുഭവങ്ങൾ മാത്രം നേരിടേണ്ടി വന്ന അവർ, വർഗീയത ഒരു ഭാഗത്ത്, കൊലയും വേറെ ഭാഗത്ത്, അതൊക്കെ അരങ്ങേറിക്കൊണ്ടിരുന്നപ്പോൾ ആ ഒരു സമൂഹത്തെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്.
സ്വതന്ത്ര ഭാരതത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സൗഹാർദ്ദവും ഉൾക്കൊള്ളുന്ന രീതിയിൽ ആ സമൂഹം നയിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗിനെ രൂപീകരിക്കുവാൻ മുന്നോട്ട് വന്നത്. അതില്ലായിരുന്നെങ്കിൽ അവരൊരു വേറെ രീതിയിലേക്ക് പോകുമായിരുന്നു. എപ്പോഴും അക്രമവാസനയിലേക്ക് അവർ പോകുമായിരുന്നു. ഒരു മിലിറ്റൻ്റ് രീതിയിലേക്ക് അവർ പോകുമായിരുന്നു. അതിൽ നിന്നും അവരെ രാഷ്ട്രീയമായ ഒരു ഇച്ഛാശക്തിയുടെ വക്താക്കളാക്കി മാറ്റി എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത്. അത് ഏതു രാജ്യത്തെയും ന്യൂനപക്ഷത്തിന് ആവശ്യമായിട്ടുള്ളതാണത്. പല രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർ ചാവേറുകളാകുന്നു. ഭരണകൂടത്തിൻ്റെ വീഴ്ചകൾ മറച്ചു വെക്കാൻ ഈ ന്യൂനപക്ഷങ്ങളെയാണ് പല ഭരണകൂടങ്ങളും ഉപയോഗിക്കാറുള്ളത്. ആ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തന്നെ പ്രലോഭനമൊക്കെ ഉണ്ടാക്കി അവിടെ ആഭ്യന്തര കലാപത്തിന് രൂപം കൊടുക്കുന്നു. അതിൻ്റെ മറവിൽ അവരുടെ ഭരണകൂടങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകുവാൻ കഴിയും. കാരണം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പഴകി ദ്രവിച്ച ആയുധങ്ങളായിരിക്കും അവർക്കുണ്ടാവുക. ഭരണകൂടങ്ങളെ സംബന്ധിച്ച ഏറ്റവും ആധുനികമായിട്ടുള്ള ആയുധങ്ങളാണ് ഉണ്ടാകുക. ഒരിക്കലും സായുധമായി ഒരു രാജ്യത്തും ഒരു ന്യൂനപക്ഷവും ഭരണകൂടത്തിനെതിരെ വിജയം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സായുധമായിട്ടുള്ള പോരാട്ടമല്ല, ജനാധിപത്യപരമായിട്ടുള്ള പോരാട്ടമാണ് മുസ്ലിം ന്യൂനപക്ഷം, മുസ്ലിങ്ങളടക്കമുള്ള ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുടരേണ്ടതായിട്ടുള്ളത് എന്ന ആ കണ്ടെത്തൽ, അത് രാഷ്ട്രീയ ഇച്ഛാശക്തിയിലൂടെ നടപ്പാക്കാനാണ് മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തയ്യാറായത്. അദ്ദേഹവും സീതി സാഹിബിനൊക്കെ പോലെയുള്ള മഹാനതായിട്ടുള്ള നേതാക്കൾ അവർ കേരളത്തിലേക്ക് വന്നപ്പോൾ മഹാനായ ബാഫഖി തങ്ങൾ, സി എച്ച് മുതുവായ സാഹിബ്, എൻ്റെ വന്യപിതാവ്, ജ്യേഷ്ഠ സഹോദരങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ള നേതാക്കൾ, അവരെല്ലാവരും ആ മാർഗത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവരെല്ലാവരും രംഗത്ത് വന്നു. ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും സഹോദരന്മാർ അവരുടെ ആ മാർഗദർശനങ്ങളെ സ്വീകരിച്ചു, അവരെ ശക്തിപ്പെടുത്തുവാൻ തയ്യാറായി. കാരണം ഏറനാട്ടിലും അങ്ങനെ തന്നെയാണ്. ഏറെ ദുരിതങ്ങൾ അനുഭവിച്ചവരായിരുന്നു ഏറനാട്ടിലെ ജനങ്ങൾ, വള്ളുവനാട്ടിലെ ജനങ്ങളൊക്കെ. കാരണം ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കൊടും ക്രൂരതകൾ തലമുറകളായി ഏറ്റുവാങ്ങേണ്ടി വന്നവരായിരുന്നു അവർ. അപ്പോൾ അതിൻ്റെ ആ തിക്താനുഭവങ്ങളിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചനം നേടണമെന്ന് ആഗ്രഹിച്ചവർ അവരുടെ മുമ്പിൽ ഹരിത പതാക ഒരു ഹരിത തണലായിട്ട് മാറുകയാണ് ചെയ്തത്. ആ തണലിലൂടെ അവർക്ക് മുന്നേറാൻ കഴിഞ്ഞു. ആ തണലിലിരുന്നു കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞു. ആ തണലിലിരുന്നു കൊണ്ട് അവർക്ക് തൊഴിലവസരങ്ങൾ നേടുവാൻ കഴിഞ്ഞു. ആ തണലിലിരുന്നു കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അവിടെ പോയി ജോലിയെടുത്ത് കുടുംബം പോറ്റാനൊക്കെ അവർക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ വിശാലമായ തണലാണ് അതിനെല്ലാം കാരണമായിട്ടുള്ളത്. ആ തണൽ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ആ തണലിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് പലതും സമൂഹത്തിൽ സംഭവിക്കും. കാലം ഇങ്ങനെ നിശബ്ദമായി നിൽക്കുകയില്ലല്ലോ. കാലം ഇങ്ങനെ സഞ്ചരിക്കുന്നു. ആ സഞ്ചാരത്തിനിടയിൽ പല പ്രയാസങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. ആ പ്രതിസന്ധികളൊക്കെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണല്ലോ. ആ പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നു പോകാൻ പാടില്ല. മുസ്ലിം ലീഗ് ചെയ്ത അതാണ്. പിന്നോക്ക സമുദായങ്ങളെ, ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രതിസന്ധികൾ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് മുമ്പിൽ രക്ഷാകവചമായി നിലനിൽക്കുവാൻ മുസ്ലിം ലീഗിന് സാധിച്ചു എന്നുള്ളതാണ്. അവർക്ക് നേരെ വരുന്ന കൂരമ്പുകളെ മുസ്ലിം ലീഗ് അതിൻ്റെ ശരീരത്തിൽ അതിനെ തടഞ്ഞു നിർത്തി എന്നുള്ളതാണ്. അപ്പോൾ പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. നേരത്തെ അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ, കൊച്ചുകൂടി ഇവിടെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന് അതുപോരാ ഇതുപോരാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ പറയുന്നവരെ പോലും
ഈ കൂരമ്പുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി നിർത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അത് നമുക്ക് മറക്കാൻ സാധ്യമല്ല. അതാണ് മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം, അതാണ് മുസ്ലിം ലീഗിൻ്റെ കാര്യം, മുസ്ലിം ലീഗിനെ കൊണ്ടുള്ള ഉപകാരം അതാണ്. അവരങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അവർക്കൊരു വേദനയും അനുഭവിക്കുന്നില്ല. വേദന അനുഭവിച്ച ഈ പ്രസ്ഥാനത്തിനാണ് ഇനിയും കൂടുതൽ വേദനയിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോകരുത് എന്നുള്ള ഉറച്ച നിലപാടുള്ളത്. ആ നിലപാടുകളുമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ആ നിലപാടുകൾ ആരെയും വേദനിപ്പിക്കാനുള്ളതല്ല, ആ നിലപാടുകൾ ആരെയും പ്രകോപിപ്പിക്കാനുമുള്ളതല്ല. ആ നിലപാടുകൾ ഇവിടെ സൗഹാർദ്ദം ഉണ്ടാക്കാനാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ സൗഹാർദ്ദം പരമപ്രധാനമാണ്. ബഹുസ്വര സമൂഹത്തിൽ സാഹോദര്യമാണ് ആവശ്യമായിട്ടുള്ളത്, സഹിഷ്ണുതയാണ് ആവശ്യമായിട്ടുള്ളത്. വിവിധ അഭിപ്രായ പ്രകടനങ്ങളുണ്ടാവും ബഹുസ്വര സമൂഹത്തിൽ. ആ അഭിപ്രായ പ്രകടനങ്ങളെ അതിൽ ആദരിക്കേണ്ടി വരും. മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പിന്തുടരുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ടല്ലോ. മുസ്ലിം ലീഗ് പിന്തുടരുന്ന പ്രത്യയശാസ്ത്രം എന്നുള്ളത് എല്ലാവരുടെയും അഭിപ്രായങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളത് തന്നെയാണ്. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങളനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിലവർ നിൽക്കട്ടെ. മുസ്ലിം ലീഗിൻ്റേതായിട്ട് അഭിപ്രായങ്ങളുണ്ടാവും, അതിൽ മുസ്ലിം ലീഗ് നിൽക്കട്ടെ. ഇവിടെ ബഹുസ്വര സമൂഹത്തിൽ വിവിധ ജാതി, വിവിധ മത വിഭാഗങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങളൊക്കെ പുലർത്തുന്നവരാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ധർമ്മശാസ്ത്രങ്ങളുണ്ടാവും. അതിനെ നമ്മൾ വിമർശിക്കേണ്ടതില്ല. മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്ന ധർമ്മശാസ്ത്രങ്ങളുണ്ട്, അതിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുക. മറ്റ് ധർമ്മശാസ്ത്രങ്ങളെ നമ്മൾ ബഹുമാനിക്കുക, അതല്ലാതെ ഏറ്റുമുട്ടലിലേക്ക് പോവുകയല്ല വേണ്ടത്. എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടാവുമ്പോൾ അതിൽ ചർച്ചകളിലൂടെ അതിനെ പരിഹരിക്കുക എന്നുള്ളതാണല്ലോ ഈ ഡയലോഗ് എന്ന് പറയുന്നത്. അതിനാണ് അത് ആധുനികമായിട്ടൊരു മാനേജ്മെൻറ്റ് പോളിസിയാണത്. അത് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നു. സ്വാരസ്യങ്ങളുണ്ടാകുമ്പോൾ, ഇതര സമൂഹങ്ങളുമായി സ്വാരസ്യങ്ങളുണ്ടാകുമ്പോൾ അവരുടെ നേതാക്കളുമായി ചർച്ച ചെയ്ത് അവിടെ പരിഹാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഷിഹാബ് ബാഫഖി ഒക്കെ കാണിച്ച മാതൃക അതാണല്ലോ. അങ്ങാടിപ്പുറത്തൊക്കെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടെ അവരുടെ മതനേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അവിടെ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ. അതല്ലാതെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സ്വഭാവമല്ല മുസ്ലിം ലീഗിനുള്ളത്. അതൊരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കുവാനും സാധിക്കുകയില്ല. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും തീ കത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ പടരാതിരിക്കാനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശ്രമിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ നമുക്കത് തന്നെയാണ് ആവശ്യം. ഓരോ പതിറ്റാണ്ടും ഇങ്ങനെയുള്ള ഓരോ വർഷവും നാം ഓർമ്മിപ്പിക്കുന്നതാണ്. ഓരോ മാർച്ച് 10 നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അനിവാര്യതയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ ഹൈദരി ശിഹാബ് തങ്ങളുടെ സ്മരണാ ദിനവും ഇന്നിവിടെ അതും ഇവിടെ അനുസ്മരിക്കുകയാണല്ലോ. അദ്ദേഹവും നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന മുസ്ലിം ലീഗിൻ്റെ ആ പാത അത് തളരാതെ നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെയൊക്കെ മാർഗങ്ങൾ മൺമറഞ്ഞു പോയ മഹാനേതാക്കന്മാരുടെ ആ മാർഗദർശനങ്ങൾ അത് മനസ്സാ വാച കർമ്മണ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.